Hello friends, I'm Shruti from Lollipops. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ് സെറ്റ്സ് ആണ്. അത് മാർബിൾ ഡൈ ചെയ്തിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ്സ് ആണ്. കോഡ് സെറ്റ്സ് ഭയങ്കരമായിട്ടും ട്രെൻഡിങ് ആണ്. അത് എല്ലാവർക്കും അറിയാം. ബിക്കോസ് എവിടെ നോക്കിയാലും കോഡ് സെറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻസ് ആണ്. അത് ടോപ്പ് ആൻഡ് ബോട്ടം തന്നെ ആവണമെന്നില്ല. സ്കേർട്സിലാണെങ്കിലും ശരി, ലീഷ്യോ വെയേഴ്സ് ആണെങ്കിലും ശരി, എല്ലാം കോഡ് സെറ്റ്സ് ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിനകത്ത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ഇടുമ്പോഴത്തേനും ഫുൾ സെയിം പാറ്റേൺ ആയതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഇച്ചിരി ഒരു ടോളർ, ഇച്ചിരി കൂടെ ഒരു സ്ലിമ്മർ എഫക്റ്റൊക്കെ, ഇല്യൂഷനൊക്കെ വരും. അതിനകത്തൊന്നും വലിയ കാര്യമില്ല, പക്ഷെ എന്നാലും കാണുമ്പം അങ്ങനെയൊക്കെ തോന്നുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് അതത്ര ട്രെൻഡിങ് ആയിട്ട് കോഡ് സെറ്റ്സ് പോകുന്നത്. ഇത് വന്നിരിക്കുന്ന മാർബിൾ ഡൈ ചെയ്തിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ്. അതിനകത്തേക്ക് ഇതുപോലെ ടോപ്പിലേക്ക് സെൽഫായിട്ടൊരു പാറ്റേൺ, ത്രെഡ് വർക്ക് പാറ്റേൺ പോകുന്നുണ്ട്. ഓക്കെ, ബോഡി വിത്ത് ലൈനിങ് ആണ്. സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് കട്ടാണ്. അതിന് ബോട്ടത്തിൽ ലൈനിങ് ഇല്ല, സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ്. 3/4 സ്ലീവ്സ് ആണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളർ നെക്ക് പാറ്റേണുമാണ് നെക്ക് പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1399. ഇതിൻ്റെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് വേറെ കളർ കളക്ഷൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡിനകത്തും ഇതുപോലത്തെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാലും സോഫ്റ്റ് സിൽക്കിനകത്ത് ഇതുപോലെ ഡൈ ചെയ്തിട്ടാണ്. ഈ ഡൈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ്. അതാണ് മാർബിൾ ഡൈ എന്ന് പറയുന്നത്. നമ്മുടെ യൂഷ്വൽ കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലല്ല. ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും സ്പ്രിങ്കിൾ ചെയ്യുമ്പോഴത്തേനും വരത്തില്ല. ആ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു യെല്ലോയ്ക്കകത്ത് ഇങ്ങനെ ആണെങ്കിൽ എല്ലാ യെല്ലോയിലും ഇതേപോലെ ആവണമെന്നില്ല കേട്ടോ. കുറച്ച് ഡിഫറൻസസ് ഒക്കെ വരും. അതായത് പാറ്റേണിൻ്റെ പ്ലേസിങ്ങിൽ ചിലപ്പോൾ ഇവിടെ കാണും. അതങ്ങനെയാണ്. നമുക്ക് ഓരോ പീസിൽ ഇപ്പോൾ ഒരു ഫാബ്രിക് കംപ്ലീറ്റ് ആയിട്ടില്ല ഡൈ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഡൈ പാറ്റേൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് സിൽക്കിനകത്ത് മാർബിൾ ഡൈ ചെയ്തതാണ്. ഒബ്വിയസ്ലി ഇതിനകത്ത് കളർ ബ്ലീഡ് ചെയ്യും. പക്ഷേ കളർ ബ്ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിലൊന്നും ഒട്ടും ഒരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല. ഡ്രൈ വാഷ് ചെയ്യുക. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു അറ്റയറാണ്. നമ്മളൊരു ഡെയിലി വെയർ ആയിട്ടോ അങ്ങനല്ല, അല്ലാണ്ട് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി വെയർ എന്നല്ല, പക്ഷേ ഒരു എത്തനിക് വെയർ അങ്ങനെ ഒരു ഇതിലാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഡ്രസ്സും എപ്പോഴും ഇട്ടിട്ട് ഒറ്റ ടൈം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വാഷ് ചെയ്യണം എന്നുള്ളതല്ല. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൺ ഡ്രൈ ചെയ്യുന്നത്, വെയിലത്തിടുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ഡിസിൻഫെക്ഷൻ നടക്കുന്നത്. അവിടെയാണ് നടക്കുന്നത്. ഓരോ ഫാബ്രിക്കിൻ്റെയും ക്ലോത്ത് അനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ ആഫ്റ്റർ കെയറും എല്ലാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ആ ഒരു ഫാബ്രിക് കറക്റ്റായിട്ട് ഡ്യൂറബിളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഒരിക്കലും എടുത്ത് ഫസ്റ്റ് ഒരു യൂസ് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വാഷ് ചെയ്യാൻ ഇടുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഡ്രൈ വാഷ് ചെയ്യുക. ഒരു 2-3 യൂസസ് കഴിഞ്ഞിട്ട് ഡ്രൈ വാഷ് ചെയ്യുക. മെജോറിറ്റി ആൾക്കാർക്കും പ്രോബ്ലം വരുന്നത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോഴാണ്. സ്വെറ്റ് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ആംപിറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അവിടെ ആംപിറ്റ് പാഡ്സ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഫാബ്രിക്സ് ഒക്കെ കുറേ നാളത്തേന് ഡ്യൂറബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ആണ് കേട്ടോ. പിങ്കിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1399, റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ ലാസ്റ്റ് വൺ ആണ്. ഇത് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ്. ഞാൻ ഇതിൻ്റെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞാൻ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മാർബിൾ ഡൈ പാറ്റേൺ ആണ്. ഞാൻ ഈ കാണുമ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ പാറ്റേൺ തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ബിക്കോസ് ഇപ്പോൾ ഇവിടെ